ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ഒരു വിശുദ്ധ ശബദ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സുഖമായി വിശ്രമിച്ചു. ഈ മനോഹരമായിരിക്കുന്ന വിശുദ്ധ ശബദിൻ്റെ പ്രഭാതത്തിൽ നമുക്കേവർക്കും തിരുസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അനുഗ്രഹിക്കപ്പെട്ട ഒരു സബത് സ്കൂൾ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകൊണ്ടു. പാഠപഠനത്തിന് ശേഷം വീണ്ടും ദിവ്യ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവ്യ ആരാധന ഏറ്റവും അനുഗ്രഹവും ധന്യവുമായി തീരുവാൻ തക്കവണ്ണം നമുക്കേവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം. സംഭവബഹുലമായിരിക്കുന്ന ഒരു ആഴ്ച നമ്മെ കടന്നു പോയി. നമുക്കറിയാം, പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. പ്രത്യേകിച്ച് COVID-19 എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്കേവർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ച് വന്ന് കൂടി ആരാധിപ്പാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട്, നമുക്കറിയാം. എങ്കിലും ദൈവത്തിൻ്റെ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക വിശുദ്ധ ആരാധനയിൽ പങ്കുകൊണ്ടുകൊണ്ട് നിങ്ങളേവരും അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പാസ്റ്റർ ജോസ് പ്രകാശ് അവറുകളാണ്. നോർത്ത് കേരള സെഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് നമുക്കേവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരണം. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന വിശുദ്ധ ശബദിനെ നമുക്ക് ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക്, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഞാൻ ഹാർദവമായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചെയ്യുകിലെന്തു ഭയം
നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ, കണ്ണുനീരിൻ മുഴുവോയിടിലും മന്നരിൽ മന്നവൻ നിന്നോടു കൂടെ. എന്നും അവൻ നിന്നെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നിന്നോടു കൂടെ. എന്നും അവൻ നിന്നെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനീരിൽ നിന്നു നീ കുടിക്കും. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നിന്നെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നിന്നെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. യേശുമണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായി നിന്നെ. യേശുമണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായി നിന്നെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങൾ 15 അതിപ്രകാരം വായിക്കുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവന് ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവം നമ്മെ ഈ തിരുവചന ഭാഗങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മനോഹരമായിരിക്കുന്ന പരിശുദ്ധ ദിവസത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ഒരു വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനും അവിടുന്ന് അവസരം നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അടിയങ്ങളുടെ ദിവ്യ ആരാധന അങ്ങക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം, അടിയങ്ങൾക്കത് അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വിളവായിരിക്കുന്ന ഇന്നത്തെ ദിവ്യ ആരാധനകളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴകളും ബലഹീനരുമായിരിക്കുന്ന അടിയങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ നടത്തുന്നതായിരിക്കുന്ന ശുശ്രൂഷകൾ കർത്താവെ, അങ്ങയുടെ നാമമഹത്വത്തിനും അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ശക്തി പകരുവാനും അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങൾ കേൾക്കുന്നതായിരിക്കുന്ന തിരുവചനം കർത്താവെ, അടിയങ്ങളുടെ ആത്മീയ ജീവിതം ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പ്രിയമകൻ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. ആ വചനം കർത്താവെ അടിയങ്ങളുടെ ഹൃദയത്തിൽ സമൂലമായിരിക്കുന്ന ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൻ്റെ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. ഇന്ന് കർത്താവെ, അടിയങ്ങളുടെ ഇടയിൽ
രോഗവും പ്രയാസവും ദുഃഖവും അനുഭവിച്ച് കഴിയുന്നതായിരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടുന്ന് അത്ഭുതമായിരിക്കുന്ന രോഗസൗഖ്യവും സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗോള വ്യാപകമായിരിക്കുന്ന സഭയുടെ എല്ലാ കർമ്മപരിപാടികളെയും തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കാലാന്ത്യമാണെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. കാലാന്ത്യത്തിൻ്റെ അനേക തെളിവുകൾ അടിയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, COVID-19 എന്ന മഹാമാരി ലോകമെങ്ങും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവെ, മനുഷ്യരെല്ലാവരും ഭയത്തിൽ കഴിയുന്നു. ഏഴകളായിരിക്കുന്ന അടിയങ്ങളെ കർത്താവെ, ഈ മഹാമാരിയിലൊന്നും പെട്ടുപോകാതെ അവിടുന്ന് പരിപാലിക്കുന്ന മഹാദയയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, എത്രയും പെട്ടെന്ന് ഈ മഹാമാരി ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയും കാണുമ്പോൾ കർത്താവ്, അടിയങ്ങൾ ഭയപ്പെടുകയില്ല. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിവിധ ദൂതിൻ്റെ പ്രചാരകരെന്ന നിലയിൽ കർത്താവ്, ഈ കാലഘട്ടത്തിൽ അടിയങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ബലഹീനരും അപ്രാപ്തരും കുറവുള്ളവരുമാണ്. അടിയങ്ങളുടെ കുറവശങ്ങളെയും അടിയങ്ങളുടെ ബലഹീനതകളൊക്കെയും അവിടുന്ന് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കർത്താവെ, അങ്ങയ്ക്ക് ഏറ്റവും ഹിതകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. ആമേൻ. ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂവനിയിൽ ഇനി ഞാനുറങ്ങട്ടെ യേശുനാഥ, ഞാനിറക്കട്ടെ എൻ ദുഃഖഭാരം. നിന്റെ ശീതളത്താഴ്വരയിൽ നിന്റെ കനിയേണം, കഥനങ്ങൾ നീക്കേണം. നീ എന്നിൽ കനിയേണം, കഥനങ്ങൾ നീക്കേണം. കണ്ണുനീർ താഴ്വരയിൽ നിന്നും എന്നെ കരുണയോടെ കരുതിടേണം. കണ്ണുനീർ താഴ്വരയിൽ നിന്നും എന്നെ കരുണയോടെ കരുതിടേണം. കനിവിന്നുറവേ കാവൽ വിളക്കേ, കനിവിന്നുറവേ കാവൽ വിളക്കേ, നിന്റെ ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂവനിൽ. നീ ചാഞ്ഞു കേൾക്കേണം, നിൻ കരം നൽകേണം. നീ ചാഞ്ഞു കേൾക്കേണം, നിൻ കരം നൽകേണം. സംസാരസാഗരത്തീരത്തു നിന്നും കരുതലോടെ ഉയർത്തിടേണം. സംസാരസാഗരത്തീരത്തു നിന്നും കരുതലോടെ ഉയർത്തിടേണം.
മാറട്ടെ എൻ ദുഃഖഭാരം നിന്റെ ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂവനിൽ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളേവരും സുഖമായും ശുഭമായും ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. നമ്മുടെ ലോകമെമ്പാടുമുള്ളതായ പ്രേക്ഷകരെ ദൈവം സുരക്ഷിതമായി കാക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. കാരണം വാക്കുമാറാത്തവനായ നമ്മുടെ ദൈവം നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ച് നമ്മെ നടത്തുന്ന ആ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മേക്കാൾ ശക്തരായ അനേകർ വീണു പോകുന്നതായ കാലയളവിലും നമ്മെ ഓരോരുത്തരെയും ദൈവം സുരക്ഷിതമായി കാത്തു പരിപാലിക്കുന്നു. ആ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. ദൈവത്തിൻ്റെ ആ വലിയ നാമം വാഴ്ത്തപ്പെടുവാൻ അതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാധ്യമം വഴി കാണുന്നതായ എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിങ്ങളെ ചേർത്തുകൊള്ളുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും നിങ്ങളുടെ സഹിഷ്ണുതയും സ്വർഗത്തിലെ ദൈവം കണ്ട് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരുവാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദത്തിൻ്റെ മണിക്കൂറുകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായുള്ളതായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വഴി നടത്തുന്ന വലിയ ദൈവത്തിനായി സ്തോത്രം. പലവിധമായ പ്രയാസങ്ങൾ, പലവിധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായപ്പോൾ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയ വലിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ കൊറോണ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതായ കാലയളവിൽ അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ജീവിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കി അങ്ങയിൽ കൂടുതൽ ആശ്രയിപ്പാനുള്ളതായ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ പിടിയിലായി ആശുപത്രിയിൽ കഴിയുന്നതായ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സ്വർഗീയ പിതാവെ, അങ്ങ് സമാധാനവും സന്തോഷവും സർവ്വത്തിലും ഉപരിയായി ജീവൻ അങ്ങ് മടക്കി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ മരണത്താൽ വേർപെട്ടു പോയതായ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയമക്കളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്തവനായ കർത്താവ് ഇന്ന് പ്രിയമക്കളോട് ഇടപെട്ട് അവരുടെ വേർപാടിൻ്റെ ദുഃഖത്തെ അങ്ങ് മാറ്റി അങ്ങയുടെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് പ്രിയമക്കളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കാണുന്നതായ അനേകരെ നാളെ കാണുവാൻ തക്കവണ്ണം കഴിയാതെ വരുന്നു. ഞങ്ങൾ ബലമുള്ളവരായിരിക്കുന്നു, ഞങ്ങൾ പെട്ടെന്ന് വീണു പോകുന്നു. സ്വർഗീയ പിതാവെ, അങ്ങയുടെ വരവ് താമസിക്കാതെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് അങ്ങയുടെ സന്നിധിയിൽ ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതായ അടിയനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തി അടിയങ്ങളിൽ നൽകി അങ്ങ് ബലവും മഹത്വവും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് സംസാരിക്കപ്പെടുന്നതായ വചനം കേൾവിക്കാരുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പതിയുവാൻ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, ദൈവത്തോടടുത്ത് ജീവിപ്പാൻ പ്രിയമക്കളെ സഹായിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഓർക്കുക അഥവാ റിമെമ്പർ എന്നുള്ളതായ ഒരു വാക്കിനെ ആധാരമാക്കിയാണ്. മറവി എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അത് മനുഷ്യന് സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവം മനുഷ്യനോട് ഓർക്കുവാൻ പറയുന്നതായ ധാരാളം കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിലൊന്നു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിന്ന് പരാമർശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ശബത്ത് നാളിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചോ പ്രസംഗിക്കുവാനല്ല ഞാനിന്ന് നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഓർക്കുവാൻ പറഞ്ഞിരിക്കുന്നതായ മറ്റു ചില കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഓർക്കേണ്ടുന്നതായ കാര്യങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിത്തുറ പാകിയതായ കുറച്ച് സംഭവങ്ങൾ ഓർക്കണം എന്ന് ദൈവം
ദൈവത്തിൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെ വളരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 77:11 ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതായ കാലത്ത് ഓർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നത് വരെയുള്ളതായ സമയങ്ങളിൽ നാം സർവ്വസാധാരണമായി ഓർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആരും പറഞ്ഞു തരാതെ തന്നെ നാം എല്ലാ ദിവസവും ഓർക്കുകയും എല്ലാ ദിവസവും ചെയ്യുകയും അത് നമ്മുടെ ജീവിതചര്യയായി മാറുകയും ചെയ്യുന്നതായ സംഭവങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങൾ നാം ഒരിക്കലും മറക്കാൻ പാടില്ല. അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമല്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ ചില സംഭവങ്ങളുണ്ട്. അത് നാം ഒരിക്കലും മറക്കുവാൻ തക്കവണ്ണം പാടില്ല. ചിലപ്പോൾ നാം നേടിയതായ വിദ്യാഭ്യാസമായിരിക്കാം, ചിലപ്പോൾ നാം മറ്റുള്ളവരുമായുള്ളതായ ബന്ധത്തിൽ കാണിക്കേണ്ടതായ ചില മര്യാദകൾ ആയിരിക്കാം. വേദപുസ്തകം നാം നോക്കുമ്പോൾ ദൈവവുമായുള്ളതായ നമ്മുടെ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി നാം പാലിക്കേണ്ടതായ ചില മാനദണ്ഡങ്ങളാണ് എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എനിക്ക് നന്നായി മറവിയുള്ളതായ ഒരു മനുഷ്യനാണ്. പലപ്പോഴും ഈ മറവി നല്ലതാണ്. ചില മനുഷ്യർ ഞങ്ങളെ പരിഹസിക്കുമ്പോഴും ഞങ്ങളെ നിന്ദിക്കുമ്പോഴും അനാവശ്യമായി അസഭ്യം പറയുമ്പോഴും ഒക്കെ ആ കേൾക്കുന്ന സമയത്തിനുള്ളതായ ദുഃഖവും പ്രയാസം മാത്രമേ ഉള്ളൂ. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ കൃപയ്ക്കനുസരിച്ച് അത് മറന്നു കളയുവാനുള്ളതായ കഴിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. എന്നാൽ മറന്നു പോകരുത്, മറക്കാൻ പാടില്ല എന്ന് ദൈവം പറയുന്നതായ ചില കാര്യങ്ങൾ ഉണ്ട്. ദൈവം ഓർക്കുക എന്ന് പറയുകയും മറന്നു പോവുകയും ചെയ്യരുത് എന്ന് വ്യക്തമായി പറയുന്നതായ ഒരു 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, വേദപുസ്തകത്തിൽ ഓർക്കുക എന്നുള്ളതായ വാക്ക് കാണുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ്. റിമെമ്പർ, ഓർക്കുക. 9-ാം അധ്യായത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് ജലപ്രളയവുമായി ബന്ധപ്പെട്ട് ദൈവം നോഹയോട് സംസാരിക്കുന്നതായ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം. അതിൻ്റെ 9-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തു, ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവരുമായി ഭൂമിയിലുള്ള സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളം ആവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ദൈവം ജലപ്രളയത്തിനു ശേഷം നോഹയുമായി സംസാരിച്ച് നോഹയോട് ദൈവം പറയുകയാണ്, ഞാൻ ആകാശത്തിൽ ഒരു വില്ല് ഇതാ വയ്ക്കുകയാണ്. ഞാനും നിങ്ങളുമായി ചെയ്യുന്നതായ ഉടമ്പടിയുടെ അടയാളമായിട്ട് ഞാൻ ഈ വില്ല് വയ്ക്കുകയാണ്. ഈ വില്ല് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തെ മൊത്തമായി ജലപ്രളയത്താൽ നശിപ്പിച്ചു കളയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചു. മഴവില്ല് വളരെ ഭംഗിയുള്ളതായൊരു സംഭവമാണ്. എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് നാം സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിന് 7 നിറങ്ങളാണ് ഉള്ളത്. അത് സയൻസിൽ സ്കൂളിൽ പഠിക്കുന്നതായ കുട്ടികൾക്ക് അറിയാം. ഈ 7 കളർ എന്ന് പറയുന്നത് വിബ്ജിയോർ എന്ന് പറയുന്നതായ ചുരുക്കപ്പേരുള്ളതായ 7 നിറങ്ങളാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത്രയും കളറുകൾ അടങ്ങിയതായ
വില്ലാണ് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായിട്ട് ആകാശത്ത് വച്ചത്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുന്നതായ സമയത്ത് ഞാനും എൻ്റെ മകനും കൂടെ എറണാകുളം ക്രോസ് ചെയ്തതായ സമയത്ത് ഒരു പുഴ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ പുഴയ്ക്ക് ഇടതുവശത്തായിട്ട് ആകാശത്തിൽ മഴവില്ല് കണ്ടു. ഉടനെ എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് ആ മഴവില്ല് ഉണ്ട്. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കുള്ളതായ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ മൊബൈൽ മകന് കൊടുത്തിട്ട് പറഞ്ഞു അത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പിന്നീട് എനിക്ക് കാണാമല്ലോ എന്ന് വെച്ച് അപ്പോൾ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ മകൻ പറയാണ് 2 മഴവില്ലുണ്ട്, 2 വശത്തായിട്ട് 2 മഴവില്ല് കാണുന്നു എന്ന് പറഞ്ഞു. മനോഹരമായ കാഴ്ച. ദൈവം ഈ വില്ല് ആകാശത്ത് വച്ചപ്പോൾ ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ഞാൻ നിങ്ങളെ പൂർണ്ണമായി ജലം കൊണ്ട് ഇനി നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ഓരോ പ്രാവശ്യവും ആകാശത്ത് കാർമേഘം വരുമ്പോൾ അത് മഴയായി പെയ്തിറങ്ങി അല്പസമയത്തിനുള്ളിൽ ആകാശത്തിൽ ഒരു മഴവില്ല് കാണുമ്പോൾ നാം പണ്ട് ദൈവത്തിൻ്റെ ജനത്തോട് ചെയ്തതായ ആ ഉടമ്പടി ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുകയില്ല എന്നതിന് അടയാളമായി ഇതാ ആകാശത്ത് സർവരും കാണത്തക്ക രീതിയിൽ മഴവില്ല് ദൈവം സമയാസമയങ്ങളിൽ വിരിച്ച് മനുഷ്യരോട് ആ ഉടമ്പടി ബന്ധത്തിൽ പുതുക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കുവാൻ വേണം സാധിക്കും. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വി ഹാവ് എ ലവിങ് ഗാഡ്. ഒരു സ്നേഹവാനായ ദൈവം നമുക്ക് ഉണ്ട്. ആ സ്നേഹവാനായ ദൈവം ഓരോ പ്രാവശ്യവും നമ്മോട് പറയുകയാണ്, ഞാൻ വാഗ്ദത്തം ചെയ്തതായ ദൈവമാണ്, ഞാൻ വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറുകയില്ല, ഈ വാഗ്ദത്തം ഞാൻ നിനക്ക് നിറവേറ്റി തരും, അതിൻ്റെ അടയാളമായിട്ട് ഞാൻ പിന്നെയും 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 ഈ മഴവില്ല് ഞാൻ നിന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം ഈ മഴവില്ല് കാണുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നാം ഓർക്കേണ്ടതായ ആവശ്യമുണ്ട്. അത് വെറുതെ പ്രകാശത്തിന് നേരെയുള്ളതായ ഒരു ജലകണികയുടെ ഒരു കളിയായിട്ട് മാത്രം കാണാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ആ അന്ധകാരം നിറഞ്ഞതായ കാർമേഘത്തിന് തൊട്ട് പിന്നാലെ ഉണ്ട് എന്നുള്ളത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഈ മഴവില്ല് കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തതായ ഉടമ്പടി നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം ഞാൻ നേരത്തെ വായിച്ച വാക്യമാണ്. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ കവനന്റ് അഥവാ ഉടമ്പടി മനുഷ്യരുമായി ചെയ്തതായ നിയമം എന്ന് പറയുന്നത് മഴവില്ലിനെ ആകാശത്ത് വിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനിമേലാൽ ഭൂമിയെ മുഴുവനായി ജലം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാളിതുവരെയുള്ളതായ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവ വാഗ്ദത്തം നാം ഓരോ പ്രാവശ്യവും കാണുമ്പോൾ വേദപുസ്തകത്തിൽ കാണുന്നതായ അനേകമായ ദൈവവാഗ്ദത്തങ്ങൾ ഇത് നിറവേറും എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഒരു മുന്നറിയിപ്പാണ് ദൈവം പലപ്പോഴായി ആകാശത്ത് മഴവില്ല് വിരിച്ച് നമ്മെ അത് കാണുവാൻ ഇടയാക്കുന്നത്. കൂരിരുട്ട് നിറഞ്ഞതായ മേഘം ആകാശത്ത് മൂടുമ്പോൾ അത് മഴയായി പെയ്തിറങ്ങി ഈ മഴവില്ല് ആകാശവിതാനത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നാം നമ്മുടെ ജീവിത സായാഹ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ളതായ ആ കാർമേഘങ്ങൾ അത് എത്ര വലുതായിരുന്നാലും അത് പെയ്ത് ഇറങ്ങും. ആ പെയ്ത് ഇറങ്ങലിന് ശേഷം ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം നമ്മിൽ വീണ്ടും സ്ഥാപിക്കും എന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നാം പ്രതികൂലങ്ങളിലൊക്കെ ആയിരിക്കുന്നതായ സമയത്ത് നാം ദൈവ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ നാം ആശ്രയിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ പ്രതികൂലം മാറി ആ മനോഹരമായ മഴവില്ല് നമുക്ക് വിധാനത്തിൽ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആകാശത്ത് മഴവില്ല് നിങ്ങൾ കാണുമ്പോൾ
ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനോട് ചെയ്തതായ വാഗ്ദത്തം നിങ്ങൾ ഓർക്കണം എന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അന്നുണ്ടായിരുന്നതായ ദൈവജനത്തിന് മാത്രമായിരുന്നില്ല. ഇന്ന് ദൈവത്തെ വിളിക്കുന്നതായ, ദൈവത്തിൽ ആശ്രയിക്കുന്നതായ, ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നയിക്കും, ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും അതിൻ പ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതായ എല്ലാവരുടെയും ഒരു വാഗ്ദത്ത വിശ്വാസമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. ആയതുകൊണ്ട് മഴവില്ല് നാം എപ്പോഴൊക്കെ കാണുമോ അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം ഓർക്കണം. ദൈവം മനുഷ്യരോട് ചെയ്തതായ വാഗ്ദത്തങ്ങൾ, ദൈവം എന്നോട് ചെയ്തിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ, ദൈവവചനത്തിലൂടെ ഇന്ന് എനിക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ എന്താണ് എന്ന് ഓർക്കുവാനുള്ളതായ ഒരു റിമൈൻഡർ, ഒരു സൂചിക കൂടെയായി ഈ മഴവില്ലിനെ നാം കാണണം എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ മറ്റൊരു ഓർക്കുക എന്നുള്ളതായ കാര്യം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 35 വരെ പറയുന്നതായ ഒരു കാര്യത്തെ ആസ്പദമാക്കിയാണ്. അവിടെ പറയുന്നത് പൂർവകാലത്തെ പ്രവർത്തനങ്ങളെ ഓർക്കുക. റിമെമ്പർ ദ പാസ്റ്റ്. പൂർവകാലത്ത് ദൈവം നമ്മെ എപ്രകാരമാണ് നടത്തിയത് എന്ന് നാം ഓർക്കേണ്ടതായ ആവശ്യം ഉണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങൾ പറയുന്നത്, ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവകാലത്തിലും ആകാശത്തിൻ്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കാം. ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ വെച്ച് നീ കാണെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ വക കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നീ തിരിഞ്ഞു നോക്കുക, നിൻ്റെ പാർശ്വങ്ങളിലേക്ക് നീ നോക്കുക, നീ ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപോട്ടോ പിൻപോട്ടോ ഒക്കെ നോക്കുക. നിനക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് പോലുള്ളതായ നന്മകൾ, നിനക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് പോലുള്ളതായ അനുകൂലമായ സാഹചര്യങ്ങൾ, നിന്നെ സംരക്ഷിച്ചിരിക്കുന്നത് പോലെ, നിനക്ക് ആഹാരം തരുന്നത് പോലെ, നിന്നെ ദൈവം ഉള്ളം കയ്യിൽ വഹിച്ച് നടത്തുന്നത് പോലെ ഒരു ജാതിയെയും നാളിതുവരെ ദൈവം നടത്തിയിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ഒരുപക്ഷെ ഇവയെല്ലാം ആസ്വദിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം ആവോളം ആസ്വദിച്ചതിന് ശേഷവും നാം പെരുപെരുത്തും ദൈവത്തോട് വിദ്വേഷം കാണിച്ചും ദൈവത്തിന് നൽകേണ്ടത് നാം പിടിച്ചു വെച്ചും ദൈവത്തിന് വിപരീതമായി പ്രവർത്തിച്ചും ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് പോലെ നീ ജാതികളിലേക്ക് തിരിഞ്ഞു നോക്കുക, അവർക്കാർക്കെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചതുപോലെ, ഞാൻ പ്രവർത്തിച്ചതുപോലെ മറ്റാരെങ്കിലും നാളിതുവരെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്നതായ ചോദ്യം, ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ളതായ പൂർവ്വകാലങ്ങളെ ഞാൻ അഥവാ നാം ഓർക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ആഹ്വാനം വരികയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അടയാളങ്ങൾ കാണിച്ചു, അത്ഭുതങ്ങൾ കാണിച്ചു, അനേക യുദ്ധങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചു, എൻ്റെ അതിശയകരമായ ബലമുള്ള കൈ നീട്ടി നിങ്ങളെ മഹാമാരിയിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ മാറോട് ചേർത്തു, ഞാൻ വലിയ വീര്യ പ്രവൃത്തികൾ, ലോകത്തിൽ നാളതുവരെ നടക്കാത്തതും അതിനുശേഷം ഇല്ലാത്തതുമായ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്തു. ഇവയെല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്തപ്പോഴും നിങ്ങൾ വസിച്ചിരുന്നതായ ജാതികളുടെ ഇടയിലേക്ക് നോക്കുക, ആ ജാതികൾക്കാർക്കും ഇത്തരത്തിലുള്ളതായ നന്മകൾ വന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു.
യഹോവ തന്നെ ദൈവം, അവനല്ലാതെ ഒരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. അഥവാ ദൈവം ചെയ്തതായ ഈ വീര്യപ്രവൃത്തികളൊക്കെ കാണുവാനുള്ളതായ ആ വലിയ ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടത നിറഞ്ഞതായ ഈ ലോകത്തിലും നമുക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതായ ഈ സാവകാശത്തെ നാം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയതായ മോശ എഴുതി വയ്ക്കുകയാണ്, ആരംഭം മുതൽ, അഥവാ ഭൂമിയുടെ ആരംഭം മുതൽ ദൈവം നിനക്ക് വേണ്ടി കരുതുകയും ദൈവം നിനക്ക് വേണ്ടി നൽകുകയും ദൈവം എല്ലാം നിനക്ക് വേണ്ടി ചരതിച്ച് വയ്ക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. മിസ്രൈമിൽ നീ അടിമകളായിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കേരളത്തിൽ വസിക്കുന്നതായ മലയാളം സംസാരിക്കുന്നതായ സഹോദരങ്ങളെ, 2 വെള്ളപ്പൊക്കം നമ്മുടെ ജീവകാലത്ത് ഉണ്ടായി. ഏറ്റവും ഭീതിജനകമായ ആ കാലയളവിനെ അതിജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിച്ചു. പല സന്ദർഭങ്ങളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വെള്ളപ്പൊക്കം താണ്ടുവാൻ നമുക്ക് കൃപയുണ്ടാകുമോ, ദൈവം അതിനെ അനുവദിക്കുമോ എന്ന് ചിന്തിച്ചതായ നിമിഷങ്ങളുണ്ടായിരുന്നു. 2018-ലും 2019-ലും ഇത്തരത്തിൽ ഭീതിജനകമായ അന്തരീക്ഷം നിലനിന്നിരുന്നതായ സമയത്ത് ഏകദേശം ഇതേ കാലയളവിൽ കേരളം മുഴുവനായി ഭീതിജനകമായ അന്തരീക്ഷത്തിലായിരുന്നപ്പോൾ ദൈവം എത്രയോ അതിശയകരമായി നമ്മെ നടത്തുന്നു. ഇതാ കൊറോണ കാലം വന്നു. ലോകത്തിൽ നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്തതായ ഒരു വലിയ വിപത്താണ് മനുഷ്യ കുലത്തെ ആകമാനം പിടിച്ച് ഉലച്ചിരിക്കുന്നത്. ഈ കൊറോണയെ അതിജീവിക്കുവാനുള്ളതായ കൃപ നാളിതുവരെ ദൈവം നമുക്ക് നൽകിയില്ലേ? ദൈവം നമ്മെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നമ്മെ കരുതുന്നില്ലേ? ദൈവത്തിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്നത്, നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നില്ലേ? യഹോവ തന്നെ ദൈവമെന്ന് നീ തിരിച്ചറിയാനുള്ളതായ ഒരു സമയം കൂടെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നില്ലേ? അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിനാണ് ഇതൊക്കെയും നിനക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് നാം വിസ്മരിച്ച് പോകരുത്. ദൈവം നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ കഴിവുള്ളവനാണ്. ഒരുപക്ഷെ നമ്മെ ഉൾക്കൊള്ളുവാൻ, നമുക്ക് വസിക്കുവാൻ, നമുക്ക് ജോലി ചെയ്യുവാൻ, നമുക്ക് ജീവിക്കുവാൻ സ്ഥലമില്ല എന്ന് പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ, God is able to create space from nowhere. ഒരു ഇടവുമില്ല എന്ന് ലോകം മുഴുവനും ചിന്തിക്കുന്നതായ സമയത്തും ദൈവം നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പ്രാപ്തനായ ഒരു ദൈവമാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നതായ ദൈവം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി തരുവാൻ ആ സർവശക്തനായ ദൈവത്തിന് സാധ്യമാകുമെന്നാണ് നാം വായിച്ചതായ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ അവരുടെ മരുഭൂ പ്രയാണത്തിലൂടെ ഉഴന്ന് നടക്കുന്നതായ സമയത്തും ദൈവം അവർക്ക് ആവശ്യമായുള്ള എല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തോട് അവർ മത്സരിച്ചു കൊണ്ടേയിരുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. ആ ദൈവം പിന്നീട് മോശ മരിക്കാറാകുന്നതായ സമയത്തോ ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, പൂർവ്വകാലത്തെ നിങ്ങൾ മറന്നു കളയരുത്. പൂർവ്വകാലത്ത് ദൈവം നിങ്ങളെ നടത്തിയത് എപ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾ ഒരു കാലത്തും മറന്ന് കളയരുത്. മരണപാശങ്ങൾ ഒരുപക്ഷെ എന്നെ ചുറ്റിയിരുന്നിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നാൽ ആ പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല. കാരണം ദൈവം ദൈവത്തിൻ്റെ ആലയത്തെ, ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ മക്കളെ കൺമണി പോലെ പരിപാലിക്കുന്നതായ ഒരു ദൈവമാണ് എന്ന് ദൈവവചനം പറയുകയാണ്. സിസ്റ്റർ വൈറ്റ് ഇപ്രകാരം ഒരിക്കൽ പറയുകയുണ്ടായി, we have nothing to fear of the future unless we forget the leading of God in the past. നാം ദൈവം നമ്മുടെ പൂർവ്വകാലത്ത് ചെയ്തതായ കാര്യങ്ങളെ മറന്നു പോകുമ്പോഴല്ലാതെ നമുക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതായിട്ട് ഒന്നും ഉണ്ടാകുകയില്ല. നമ്മുടെ പൂർവ്വകാലത്തെക്കുറിച്ച് നാം ഓർക്കുകയാണെങ്കിൽ ദൈവം എത്ര സുഭിക്ഷമായി ദൈവം നമ്മെ നടത്തി എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം ചെയ്തതായ പൂർവ്വകാലത്ത് ദൈവം ചെയ്തതായ നന്മകളെ, ദൈവത്തിൻ്റെ നടത്തിപ്പിനെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നാം മറന്നു കളയുവാൻ തക്കവണ്ണം പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ഓർക്കേണ്ടതുണ്ട്. എന്താണ് ഓർക്കേണ്ടത്?
ഒന്നാമതായി നാം ഓർക്കേണ്ടത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ നാം ഓർക്കേണ്ടത് അനിവാര്യമാണ്. ദൈവം നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായുള്ള അനേകമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. റിമെമ്പർ ദോസ് പ്രോമിസസ്. ആ വാഗ്ദത്വങ്ങളെ, ആ പ്രോമിസുകൾ അത് നമ്മുടേതാണ്, നമുക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി വി ഹാവ് ടു ക്ലെയിം ഈച്ച് വൺ ഓഫ് ദം. രണ്ടാമതായി, റിമെമ്പർ ദ വർക്ക് ഓഫ് ദ പാസ്റ്റ്, അഥവാ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ പൂർവ്വകാല കാര്യാദികളെ നാം ഓർക്കേണ്ടത് അനിവാര്യമാണ്. മൂന്നാമതായി ഇവിടെ ദൈവം പറയുന്നത് നീ മറന്നു കളയരുത് എന്ന് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറയുന്നത്, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നീ നിന്റെ കണ്ണാലെ കണ്ടതായ കാര്യങ്ങളൊന്നും മറന്നു കളയരുത്. നീ നിന്റെ കണ്ണുകൊണ്ട് ദൈവം നിനക്ക് ചെയ്തിരുന്നതായ കാര്യങ്ങൾ, അഥവാ നീ ദൂരത്ത് നിന്ന് ഗ്രഹിച്ചതായ കാര്യങ്ങൾ, നിന്റെ കണ്ണിന് ദൃശ്യമായവ, അവ ഒരിക്കലും മറന്നു കളയുവാൻ തക്കവണ്ണം പാടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് നിന്റെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും അത് മാഞ്ഞു പോകുവാനും പാടില്ല. കാരണം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതായ ആ നന്മകളൊക്കെ അത് നിന്റെ കണ്ണാലെ കണ്ടതാണ്. പലപ്പോഴും നമുക്ക് വഴിയില്ല എന്ന് ചിന്തിച്ച് നാം ഇങ്ങനെ ഒരു കുരുക്കിൽ ആയിരിക്കുന്നതായ സമയത്ത്, എങ്ങനെ കടക്കും എന്ന് ചിന്തിച്ചിരുന്നതായ സമയത്ത് ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവം നമ്മെ വിടുവിച്ചു, നമ്മെ ജീവനിലേക്ക് പിടിച്ചു നടത്തിയതായ അനേകമായ കഥകൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാൻ തക്കവണ്ണം സാധിക്കും. എൻ്റെ ഈ പ്രായത്തിൽ ഒട്ടനവധി പ്രാവശ്യം ദൈവം എന്നെ ദൈവത്തിൻ്റെ കരം കൊണ്ട് പിടിച്ച് എന്നെ ജീവനിലേക്ക് മാറ്റിവെച്ചതായി എനിക്ക് അനുഭവമുണ്ട്. പ്രിയ ദൈവമക്കളെ, എന്നേക്കാൾ പ്രായമുള്ളതായ അല്ലെങ്കിൽ എന്നേക്കാൾ പരിചയസമ്പന്നരായ, എന്നേക്കാൾ ഒരുപാട് തിരക്കുള്ളതായ ജീവിതം നയിക്കുന്നതായ അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരായിട്ടുണ്ട്. എത്രയോ തവണ നമ്മുടെ കണ്ണാലെ ദൈവത്തിൻ്റെ നടത്തിപ്പ് നാം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിന്റെ കണ്ണാലെ കണ്ടത് നീ മറന്നു കളയരുത്, അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ മായ്ച്ച് കളയരുത്. പിന്നെ പറയുന്നത് നീ അത് നിന്റെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കണം. ദൈവം ചെയ്തതായ നന്മകളെക്കുറിച്ച് നീ നിന്റെ മക്കളോട് പറയണം. ദൈവം എങ്ങനെയാണ് നിന്നെ നടത്തിയത് എന്ന് നീ നിന്റെ മക്കളോട് പറയണം. എന്നാൽ മാത്രമേ മക്കൾ ദൈവ വിശ്വാസികളായി മുന്നോട്ട് പോകുവാൻ ഇടയാവുകയുള്ളൂ. അതല്ല എങ്കിൽ അവർ ദൈവമില്ലാത്തവരായി നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ എപ്രകാരം നടത്തിയെന്നും എപ്രകാരമാണ് ഇപ്പോഴും നടത്തുന്നത് എന്നും എങ്ങനെ ജീവിച്ചാലാണ് ദൈവത്തിൻ്റെ നടത്തിപ്പിൻ കീഴിലാകുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്നും നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ അടുത്ത തലമുറയോടും നിങ്ങൾ കണ്ടുമുട്ടുന്നതായ വ്യക്തി ജീവിതങ്ങളോടും പറയണമെന്ന് ദൈവം വളരെ വ്യക്തമായി നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകൾ, നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ചേർന്ന് നിന്നതായ നിമിഷങ്ങളെക്കുറിച്ച്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിഹാസ്യനായ സമയങ്ങളിലൊക്കെ ദൈവം എപ്രകാരമാണ് എന്നെ അവിടെ നിന്ന് ഉയർത്തിയത് എന്ന് മറ്റുള്ളവരുടെ മുൻപാകെ പറയുവാൻ, അഥവാ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നതായ ഇടത്ത് ആയിരിക്കുന്നത് എന്ന് മറ്റുള്ളവരോട് പറയുവാൻ, നിന്റെ മക്കളോട് പറയുവാൻ, അവരുടെ മക്കളോട് പറയുവാൻ ദൈവം അവസരം നൽകുമ്പോൾ നാം പറയാതിരുന്നാൽ, നീ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകുകയില്ല. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, കണ്ണാലെ കണ്ടിട്ടുള്ളതായ കാര്യം നീ മറന്നു കളയരുത്, അവ നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും മാഞ്ഞു പോവുകയും അരുത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം,
കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ജീവനും കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി വരുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. അഥവാ മരുഭൂ പ്രയാണത്തിലൂടെ നടന്നുകൊണ്ടിരുന്നതായ ദൈവജനത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ഒരു നല്ല ദേശത്തേക്കാണ്. ഞാൻ നിന്നെ അവിടെ പാലും തേനും ഒഴുകുന്നതായ ദേശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിനക്കൊന്നിനും മുട്ട് ഉണ്ടാകുകയില്ല, ഒന്നിനും കുറവ് വരികയില്ല. എന്നാൽ നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ നിന്നെ കൊണ്ടുവന്നതായ യഹോവയെ നീ മറന്നു കളയരുത്. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തതായ നന്മകൾ നീ വിട്ടുകളയരുത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് ഒരിക്കലും പൊയ്പോകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, കോടിക്കണക്കിന് മനുഷ്യർക്ക് ആഹാരമില്ലാതിരിക്കുമ്പോൾ സുഭിക്ഷമായി ആഹാരം ലഭിച്ച് തൃപ്തി വരുമ്പോൾ നാം ആരെയാണ് സ്തുതിക്കുന്നത്? ആർക്കാണ് നന്ദി പറയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ നീ നിന്റെ ദൈവത്തിന് സ്തോത്രം പറയുവാൻ മറന്നു പോകരുത്. ധാരാളം വെള്ളം സുലഭമായി നമുക്ക് ലഭിക്കുമ്പോൾ അതിന് നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്തതായ പൂർവ്വകാല കാര്യങ്ങളെ നീ ഓർക്കണം. മൂന്നാമതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ഓർപ്പിച്ചത്, നമ്മുടെ കണ്ണാലെ കണ്ടതായ കാര്യങ്ങൾ നാം മറന്നു കളയരുത്. നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ ജീവിത യാത്രകളെ, ദൈവത്തിൻ്റെ കീഴിൽ നാം നടന്നു നീങ്ങിയതായ ഇടങ്ങളെ, വഴികളെ, കണ്ടുമുട്ടിയതായ വ്യക്തി ജീവിതങ്ങളെ നാം മറന്നു കളയരുത്. അത് ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെതായ ചരിത്രങ്ങൾ എഴുതിയതായ വ്യക്തി ജീവിതങ്ങളാണ് അവയെ ഓരോന്നും. ദൈവം നമ്മെ ഒരു നല്ല ദേശത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇസ്രായേൽ മക്കളോട് പാലും തേനും ഒഴുകുന്നതായ ദേശത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുവെങ്കിൽ, ഇതാ ദൈവം പറയുന്നത്, വിശപ്പില്ലാത്തതായ, ദാഹമില്ലാത്തതായ, മരണമില്ലാത്തതായ ഒരു ലോകത്തിലേക്കാണ് ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുന്നത്. ആ നിത്യരാജ്യത്തിലേക്കാണ് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ആ യാത്രയുടെ മധ്യേ ദൈവത്തിൻ്റെ കരം പിടിച്ചവരായി, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നവരായി, അങ്ങനെ ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളും എന്നുള്ളതായ വിളിക്ക് യോഗ്യരായി നാം മുന്നോട്ട് ഗമിക്കുമെങ്കിൽ എത്ര മനോഹരമായ ഒരു യാത്രയാകും നമ്മുടെ ക്രിസ്തീയ ജീവിതം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയുന്നത്, നീ നിന്റെ യഹോവയെ ഓർക്കണം, നീ നിന്റെ ദൈവമായ യഹോവയെ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു പോയാൽ, ഒരുപാട് കഷ്ടതയിലും പ്രയാസത്തിലുമൊക്കെ ആയിരുന്നതായ സമയത്ത് നിന്ന് ദൈവം നമ്മെ എത്രത്തോളം സുഭിക്ഷമായി നടത്തുമ്പോൾ നാം ഓർക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയല്ലോ നിനക്ക് ശക്തിയും ബലവും തന്ന് സമ്പത്തുണ്ടാക്കുവാനുള്ളതായ ആ എല്ലാ സാഹചര്യവും ദൈവം ഒരുക്കി തന്നത്. ഇന്ന് ആ ദൈവത്തോട് തിരിഞ്ഞു നിന്ന് നീ എന്താണ് പറയുന്നത്? ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ ദൈവത്തിന് സ്തോത്രമാണോ പറയുന്നത്? അതോ മറിച്ച് ദൈവത്തോട് ചില വ്യവസ്ഥകളൊക്കെ വെച്ചിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇങ്ങനെ എനിക്ക് ചെയ്തു തരുമെങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ ഇത് ചെയ്യണമെങ്കിൽ നീ എനിക്ക് ഇന്നത് ചെയ്തു തരണം എന്നാണോ ദൈവത്തോട് പറയുന്നത്? എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പൂർവ്വകാലങ്ങളെ നാം മറന്നു പോകുവാൻ തക്കവണ്ണം പാടില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം മറന്നു പോകുവാൻ തക്കവണ്ണം പാടില്ല. അതുപോലെ തന്നെ നാം കഷ്ടതയിലും പ്രയാസത്തിലുമായിരുന്നതായ സമയത്ത് ദൈവം നമ്മെ നടത്തിയപ്പോൾ ആ നടത്തിപ്പിൻ്റെ കഥ നമ്മുടെ കണ്ണുകളിൽ ഉള്ളപ്പോൾ നാം നമ്മുടെ കണ്ണുകളാൽ കണ്ടതായ കാര്യങ്ങളൊന്നും ഒരു കാലത്തും മറന്നു പോകുവാൻ തക്കവണ്ണം പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഈ കാര്യങ്ങൾ നാം നമ്മുടെ മക്കളോട് പറയണം. അവരുടെ മക്കളോട് പറയട്ടെ.
നാം നമ്മുടെ മക്കളോട് പറഞ്ഞുവെങ്കിൽ മാത്രമേ അവർ അവരുടെ മക്കളോട് പറയുകയുള്ളൂ. നമുക്ക് രണ്ടാമത്തെ തലമുറയോടോ മൂന്നാമത്തെ തലമുറയോടോ നമുക്ക് ദൈവം ചെയ്തതായ നന്മകളെക്കുറിച്ച് അവരോട് പറയുവാൻ തക്കവണ്ണം സാധിച്ചുവെങ്കിൽ ദൈവം നമ്മെക്കൊണ്ട് ഈ ഭൂമിയിൽ ഉദ്ദേശിക്കുന്നതായ കാര്യം നമുക്ക് നിവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് ഞാൻ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയിലേക്ക് നോക്കുമ്പോൾ അനേകർ സഭ വിട്ടു പോകുന്നതായ ഒരു കാഴ്ച ഞാൻ കാണുന്നു. സഭ സത്യമല്ലാത്തത് കൊണ്ടല്ല, എന്നാൽ പലപ്പോഴും അവർ ചിന്തിക്കുന്നത് പോലെ, അവർ വിചാരിക്കുന്നത് പോലെ അവരുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തെയും സഭയെയും വിട്ടുപോകുന്നതായ ധാരാളം പേർ. അവർ കനാൻ ദേശത്തേക്കുള്ളതായ യാത്രയിലായിരുന്നു. എന്നാൽ കനാൻ ദേശം വരെ എത്തിച്ചേരാനുള്ളതായ ആ പേഷ്യൻസ്, ആ ക്ഷമ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അനേകർ വഴിമധ്യേ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ സഭയിലായിരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നതായ ഞാനും നിങ്ങളും ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത്? സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനം അതിൻ്റെ 2-ൽ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ്റെ മനമേ, എൻ്റെ ഉള്ളമേ, എൻ്റെ ഹൃദയമേ, ഞാനായിരിക്കുന്നതായ അവസ്ഥയിൽ ഞാൻ എൻ്റെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതായ ഒന്നും മറന്നു പോകരുതേ എന്ന് ഞാൻ എന്നോട് തന്നെ പറയേണ്ടതായ ആവശ്യമുണ്ട്. കാരണം ദൈവം എന്നെ നടത്തിയില്ലായിരുന്നുവെങ്കിൽ, ദൈവം എന്നെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ, ദൈവം എന്നെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ, ദൈവം എന്നെ നിറച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്നതായ നിലയിൽ ആകുമായിരുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പാടുകയാണ്. 62-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പൻ. നമ്മുടെ നല്ല കാലത്തും പൊല്ലാത്ത കാലത്തും സമ്പത്തുകാലത്തും ആപത്തുകാലത്തും ഏത് കാലത്തും നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആനയിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്നതായ എല്ലാ വാഗ്ദത്തങ്ങളും നമ്മിൽ നിറവേറേണ്ടതിന് ദൈവം നമ്മുടെ പൂർവികന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ചെയ്തതായ കാര്യം നാം ഓർക്കുക, അത് മറന്നു കളയരുത്. രണ്ടാമതായി, നാം നമ്മുടെ കണ്ണാലെ കണ്ടതായ ദൈവ നടത്തിപ്പിൻ്റെ ചരിത്രങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്ന് അതൊരിക്കലും മാഞ്ഞു പോകുവാൻ അനുവദിക്കരുത്. ഒടുവിലായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം നിനക്ക് സമ്പൽ സമൃദ്ധി തന്നപ്പോൾ ഞാൻ നിന്നെ ഒരു നല്ല ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ അത് നിനക്ക് യോഗ്യമായി തീർന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ എന്നെ വിട്ടു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, അവർ ഗോഡ് ഈസ് എ കോൺസ്റ്റന്റ്, നോട്ട് ചേഞ്ചിങ്, എവർ ലവിങ്, എ കെയറിങ് ഗോഡ്. മാറാത്ത, നിത്യമായ, സ്നേഹവാനായ, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കരുതുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം മറന്നുകളയരുത്. ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഒരു മഴവില്ല് കാണുമ്പോൾ ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ദൈവം എന്നോട് ചെയ്തതായ വാഗ്ദത്തം ദൈവം ഇപ്പോഴും മറന്നു കളഞ്ഞിട്ടില്ല എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതായ ആവശ്യമുണ്ട്. ദൈവം പൂർവ്വകാലത്ത് എനിക്ക് ചെയ്തതായ നന്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ആശ്രയിക്കുവാനുള്ളതായ കൃപ ദൈവം നൽകുമാറാകട്ടെ. നമ്മുടെ കണ്ണാലെ നാം കണ്ടതായ ദൈവ നടത്തിപ്പിൻ്റെ ചരിത്രം നാം മറന്നു കളയാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നാം എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ പ്രബോധനത്തിൽ നിന്ന് വിരമിക്കുന്നു.
ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോടിതലേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലേ ഈശോടിതലേ. ദൂതർ സ്തുതിക്കും നാദവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീങ്ങിടവേ, പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനേ. കഷ്ടം നഷ്ടം സർവം ഏറ്റു നിൻ പിൻപേ നിന്ദാസർ നടന്നിടുമേ. കഷ്ടം നഷ്ടം സർവം ഏറ്റു നിൻ പിൻപേ നിന്ദാസർ നടന്നിടുമേ. ശത്രു തന്നോടെ അഗ്നിശരങ്ങൾ തൊടുത്തു വീട്ടിടുകിൽ, നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നുനായകനേ. രക്ഷാസത്യം നീതി ചാർത്തി നീ ശാന്തനാക്കിടും സേനാനായക. രക്ഷാസത്യം നീതി ചാർത്തി നീ ശക്തനാക്കിടും സേനാനായക. വാനമുകിലിൽ ദൂതസംഗമായി നാഥൻ വരുമളവിൽ, ലോകം വിറയ്ക്കും ലോകർ ഭ്രമിക്കും ഞാനെന്നാർത്തിടുമേ. നോക്കി നോക്കി കണ്കൾ മങ്ങുന്നേ, എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. നോക്കി നോക്കി കണ്കൾ മങ്ങുന്നേ, എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇന്ന് കേട്ടതായ വചനത്തിന് പ്രകാരം നാം ദൈവത്തിൽ നമ്മുടെ ആശ്രയത്തെ വയ്പ്പാൻ, നമ്മുടെ ഹൃദയങ്ങളെ പകരുവാൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷകളെ കഴിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ വലുതേക്കായി സ്തോത്രം. ഞങ്ങൾ ആരുമല്ലാതിരുന്നതായ സമയത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഞങ്ങളെ മക്കളും പ്രിയമക്കളും ആക്കി തീർക്കുവാൻ അങ്ങേക്ക് തിരുവുള്ളമുണ്ടായതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വാഗ്ദത്തങ്ങളെല്ലാം ഞങ്ങളിൽ നിറവേറും എന്ന ചിന്തയിൽ പൂർവ്വകാലത്ത് അങ്ങ് അപ്രകാരം ചെയ്തിരിക്കുന്നു എന്നുള്ളതായ ദൃഢനിശ്ചയത്തിൽ ഞങ്ങൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്. അവയെല്ലാം അതിജീവിച്ച് ദൈവരാജ്യത്തിൽ ഞങ്ങൾ കടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ കഷ്ടതകളുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അവ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അതിജീവിപ്പാനുള്ളതായ അനുഗ്രഹങ്ങളെ നൽകണമേ. രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, കഷ്ടതയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു,
പ്രിയദൈവമേ, അങ്ങയുടെ ആശ്വാസമാർന്ന കരം അവരുടെ മേൽ അങ്ങ് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർഗീയ പിതാവേ, അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങ് അറിയുന്നവരേക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ രക്ഷിക്കാം, അങ്ങ് ഞങ്ങളെ വിടുവിക്കും എന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. ആ രക്ഷ പ്രത്യാശിച്ച് ആഗ്രഹിക്കുന്നതായ എല്ലാവരും അങ്ങയുടെ രാജ്യത്തിൽ കാണുവാൻ സഹായിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.